എല്ലാവർക്കും നമസ്കാരം. പി ചന്ദ്രമതിയുടെ തർപ്പണം എന്ന കഥയാണ് ഞാൻ ഇവിടെ പറയുന്നത്. പടിഞ്ഞാറേ ചായ്പിൽ തനിയിരിക്കുമ്പോഴാണ് ലക്ഷ്മിയടത്തി വന്ന് വിളിക്കുന്നത്. എന്താ പൂട് തനിയിരിക്കുന്നത്? നിന്നെ എവിടെയൊക്കെ നോക്കി, എല്ലാവരുടെയും ഊണ് കഴിഞ്ഞു, വേഗം ഉണ്ണാൻ പാ. നിക്ക് വേണ്ട. എടത്തിയുടെ കൈ തട്ടി മാറ്റി അവൻ പറഞ്ഞു. വയസ്സായ എല്ലാവരും മരിച്ചു പോവില്ലേ? ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? ഇങ്ങനെ പട്ടിണി കിടന്ന മുത്തശ്ശൻ്റെ ആത്മാവ് പൊറുക്കില്ല. അത് കേട്ടപ്പോൾ മെല്ലെ എടത്തിയുടെ പിന്നാലെ നടന്നു. ഊണ് കഴിച്ചെന്ന് വീട്ടി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് കുമാരേട്ടൻ പായസം വിളമ്പാനായി വന്നത്. ഇലയിൽ പായസം ഒഴിക്കുന്നതിന് മുമ്പ് അപ്പുണീറ്റു. നിക്ക് വേണ്ട. അവൻ ഇലയിൽ പായസം ഇഷ്ടല്ല, ഞാൻ മൊന്തയിൽ കൊടുത്തോളാം, അമ്മ പറഞ്ഞു. അപ്പു താഴത്തെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് കോണിപ്പടി കയറി മുകളിലെത്തി. വടക്കനിയുടെ നേരെയുള്ള ജനാല മെല്ലെ തുറന്നു. താഴെ ഭയങ്കര ബഹളമാണ്. കിണറ്റിൻകരയിൽ ചെമ്പും ഉരുളിയും പാത്രങ്ങളും മറ്റും നിരത്തി വെച്ചിട്ടുണ്ട്. ഊണ് കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ ഇലകളിൽ കാക്കകളുടെ കലപിലയും നായ്ക്കളുടെ കടുപിടിയും. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ട് അമ്മ. അച്ഛൻ പന്തലഴിക്കുന്നതിൻ്റെയും കസേരകൾ വണ്ടിയിൽ കയറ്റുന്നതിൻ്റെയും തിരക്കിലാണ്. ഒരു ഉത്സവം കഴിഞ്ഞതുപോലെയാണ് ഇവിടെ. എന്താ ഇവരൊക്കെ ഇങ്ങനെ? മുത്തശ്ശൻ്റെ 16-ാം അടിയന്തരമായിരുന്നു ഇന്ന്. മുത്തശ്ശൻ്റെ മുറി ഒഴിഞ്ഞു കിടക്കുന്നു. തുണിയെല്ലാം ഇന്നലെ അമ്മ കത്തിച്ച് കളയാണ് ചെയ്തത്. മുറിയെല്ലാം കഴുകി വൃത്തിയാക്കി ചുവരെല്ലാം വെള്ളയടിക്കുകയും ചെയ്തു. ഇനി ഇവിടെ മുത്തച്ഛൻ്റെ മണം പോലും ഉണ്ടാവില്ല. ഇടനാഴിയിലൂടെ പോകുമ്പോൾ മുത്തശ്ശൻ്റെ മുറിയിൽ നിന്ന് എണ്ണയുടെ കുഴമ്പിൻ്റെ മണം ഇനി ഒരിക്കലും ഉയരില്ല. സ്കൂൾ വിട്ടു വന്നാൽ കുറച്ചു നേരം മുത്തശ്ശൻ്റെ അടുത്ത് പോയിരിക്കും. എന്നെ കണ്ടാലുടൻ മെലിഞ്ഞുണങ്ങിയ കൈകൾ കൊണ്ട് തലയും മേലും തലോടും. എന്നിട്ട് ചോദിക്കും, അപ്പൂ വല്ലതും കഴിച്ചാ? പാവം മുത്തശ്ശന് എന്നും പൊടിയിരിക്കഞ്ഞിയായിരുന്നു. ചോറൊന്നും മുത്തശ്ശൻ കഴിക്കില്ല എന്നാണ് അമ്മ പറയാറ്. മച്ചിൽ നിന്നും പഴുത്ത കുലകൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ മുത്തശ്ശൻ കൊതിയോളം നോക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ അമ്മയോട് ഗെഞ്ചി, അമ്മേ മുത്തച്ഛൻ ഒരു പഴം കൊടുക്കമ്മേ. അമ്മ ചുണ്ടെടുത്തു. വേണ്ടാതൊക്കെ തിന്നാൻ കൊടുത്താലേ പിന്നെ ഞാനുള്ളവിടെ ബുദ്ധിമുട്ടാൻ. എങ്കിലും അമ്മ കാണാതെ ഒരു മൈസൂർ പൂവൻപഴം തൊലി കളഞ്ഞ് മുത്തശ്ശൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആ സന്തോഷം കാണേണ്ടത് തന്നെയായിരുന്നു. മുത്തച്ഛന് പഴം തിരിച്ചല്ലോ. എന്നിട്ടും അമ്മ എന്താ മുത്തച്ഛൻ ഒന്നും കൊടുക്കാത്തേ? ആലോചിച്ചിട്ട് എനിക്ക് ശരിക്കും കരച്ചിൽ വന്നു. തെക്കേലെ വാസം ചെറിയമ്മയുടെ കല്യാണത്തിന് എല്ലാവരും പോയി. ഊണ് കഴിച്ചതും ഞാൻ ഓടി മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നു. പാപം മുത്തശ്ശൻ എത്ര നേരച്ച് തനിയെ കിടക്കുക. എന്ത് പായസപ്പു കല്യാണത്തിന്? പാലട പ്രഥമനാ മുത്തശ്ശ. എന്താ മുത്തശ്ശന് വേണോ? വീണോന്നോ വേണ്ടെന്നോ മുത്തശ്ശൻ പറഞ്ഞില്ല. എങ്കിലും അടപ്രഥമൻ കഴിക്കാൻ മുത്തശ്ശൻ മോഹം ഉണ്ടെന്ന് തോന്നി. കല്യാണ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ ഇഷ്ടം പോലെ അടപ്രഥമൻ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഓട്ടുമുന്തിൽ കുറച്ച് പായസം ഒഴിച്ചെടുത്തു. മെല്ലെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് നടന്നു. തൻ്റെ വരവും കാത്ത് വാതിൽക്കലേക്ക് കണ്ണും നട്ട് ചരിഞ്ഞു കിടക്കുകയാണ് മുത്തശ്ശൻ. പെട്ടെന്നാണ് പശുവിനെ കറന്നു വന്നമ്മ കയ്യോടെ പിടികൂടിയത്. നിന്നോട് ആര് പറഞ്ഞു സുഖമില്ലാത്തവർക്ക് ഇതൊക്കെ കുടിക്കാൻ? ഊട്ടുമൊന്ന് പിടിച്ചു വാങ്ങിയ ദേശത്തോട് അടുക്കളയിലേക്ക് പോയി. മുത്തച്ഛന് കുറച്ച് പായസം കൊടുത്ത അമ്മയ്ക്ക് എന്ത് ബുദ്ധിമുട്ടാത്രേ. ആലോചിച്ചിട്ട് എനിക്കൊന്നും പിടികിട്ടിയില്ല. മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കാൻ ശക്തി ഉണ്ടായിരുന്നില്ല. മെല്ലെ ഉമ്മറത്തേക്ക് വന്നിരുന്നു. അന്ന് രാത്രിയാണ് ദീനം കൂടിയതും പെട്ടെന്ന് മരിച്ചതും. കുളിപ്പിച്ച് കിടത്തിയ മുത്തശ്ശൻ്റെ പാദം തൊട്ട് വന്നിച്ചപ്പോഴും മുഖത്തേക്ക് നോക്കാൻ ശക്തി ഉണ്ടായിരുന്നില്ല. പായസം തരാമെന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് 16-ാം അടിയന്തരത്തിന് ലിസ്റ്റ് ഇടാൻ വന്ന കുട്ടൻ നായരോട് അമ്മ പറയുന്ന കേട്ടു. പായസം പാലട തന്നെ ആയിക്കോട്ടേന്ന്. സദ്യ കെങ്കിയുമായി വാരി വലിച്ച് തിന്നേര് കണ്ടപ്പോൾ ദേഷ്യം ഉണ്ടായത്. കോണിപ്പടി ശബ്ദിച്ചു. ആരോ വരുന്നുണ്ട്. ഒരു ഓട്ടുമന്തയുമായി അമ്മയാണ്. നീ ഇവിടെ തനിച്ചു വന്നിരിക്കുക? പായസം കഴിച്ചില്ലേ? ദാ കുടിച്ചോ. പായസം എന്താ? ജനാലയ്ക്കിഴക്കി വെച്ചിട്ട് അമ്മ താഴേക്ക് പോയി. എല്ലാവരും വട്ടം കൂടി ഇരിക്കുന്നുണ്ട്. അമ്മയുടെ ഉറക്കെയുള്ള ചിരിയും സംസാരം കേൾക്കാം. എന്തോ വലിയ ഭാരം ഒഴിഞ്ഞതുപോലെയാണ് അമ്മയ്ക്ക്. അച്ഛൻ മാത്രം എന്തോ ആലോചനയിലാണ്. ചാരു കസേരയിൽ കണ്ണു മടച്ചിരിക്കുന്നു. ഭൂമുഖവാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്നു. തെക്കേ മുറ്റത്തേക്കുള്ള കൽപ്പടവുകൾ ഇറങ്ങി തൊടിയിലെ തെക്കേ മൂലയിലേക്ക് നടന്നു. അവിടെയാണ് മുത്തശ്ശനെ അടക്കം ചെയ്തിരിക്കുന്നത്. മൺകൂണിക്കരികിൽ അച്ഛൻ ഉടച്ചിട്ടിരിക്കുന്ന മൺപാത്രങ്ങൾ ചിതറി കിടക്കുന്നു. കയ്യിൽ പായസം എന്താ മൺകൂണിക്കരികിൽ വെച്ചിട്ട് തിരികെ നടന്നു. മയങ്ങുമ്പോൾ മനസ്സ് പെയ്തൊഴിഞ്ഞ ആകാശം പോലെ നിർമ്മലമായിരുന്നു. നന്ദി.